സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ സ്വപ്നം കാണുന്നതാണല്ലോ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 10,000-ഓ ലക്ഷങ്ങളോ മുടക്കി ഒരു കോഴ്സ് ചേരുന്നതിന് മുമ്പായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഹായ് ഗൈസ്, എൻ്റെ പേര് മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്നാൽ ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ പുതിയൊരാളല്ല. അതുപോലെ യൂട്യൂബിലും. ഇതെൻ്റെ മറ്റൊരു ചാനലാണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എനിക്ക് IT എക്സ്പീരിയൻസും ഒപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി ഫാക്കൽറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അതും റെപ്യൂട്ടഡ് ആയ സ്ഥാപനങ്ങളിൽ. ഒരു കാലത്ത് ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു. ഏതെങ്കിലും ഒരു പരസ്യം കണ്ടിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിക്കുന്നു. അവിടുത്തെ കൗൺസിലർ പറയുന്നത് കേട്ട് ഒരു കോഴ്സ് എടുക്കുന്നു. എന്നാൽ നിങ്ങൾ അറിയേണ്ട മെയിനായ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാതെ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു മഞ്ഞുമല പോലെയാണ്. അതായത് ഒരു സമുദ്രത്തിൽ കിടക്കുന്ന മഞ്ഞുമല പോലെ. നിങ്ങൾ കാണുന്നത് എന്താണ്? അതിലെ ഹാക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം. എന്നാൽ സൈബർ സെക്യൂരിറ്റിയിൽ പല പല ഭാഗങ്ങളുണ്ട്. അതായത് പല പല ജോബുകളുണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി വേണം നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുവാനായിട്ട്. നിങ്ങൾ ഇപ്പോൾ പോയി ഒരു കൗൺസിലറെ കാണുകയാണ് ഒരു സ്ഥാപനത്തിൽ. അവർക്കവിടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടാവും. അവിടെ ഇപ്പോൾ അഡ്മിഷൻ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ ചെല്ലുന്നു. എന്നാൽ അവിടെയുള്ള കോഴ്സ് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റുഡൻസ് ഫില്ലായിട്ടില്ല. മറ്റൊരു കോഴ്സ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങളെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് ഒരു വിലയും അവർ കൊടുക്കുന്നില്ല. എന്നാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ആദ്യമായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷേ കുറച്ച് പേർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ധാരണ ഉണ്ടായിരിക്കാം. എങ്കിലും ഞാൻ പറയുന്നതിൻ്റെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. സൈബർ സെക്യൂരിറ്റി നിങ്ങൾ ആദ്യമേ അറിയേണ്ടത് ഈ 3 പേരെയാണ്. അതായത് വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് ആൻഡ് ഗ്രേ ഹാറ്റ്. ഈ 3 തരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന് നിങ്ങൾക്കറിയാം. ഒരുപക്ഷേ മൂവീസിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. ഒരാൾ പുടി തട്ടിയിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്ത് അയാളുടെ നശിപ്പിക്കുന്നത്. ഇവർക്ക് ഒരു എത്തിക്സും ഉണ്ടാവില്ല. നിങ്ങളുടെ ഡേറ്റയെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് അറിയണ്ട. അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ് അവർക്ക് എപ്പോഴും വിലയായിട്ടുള്ളത്. അതുകൊണ്ട് അവർ എന്തും ചെയ്യും. അവർ ശരിക്കും പ്രൊഫഷണൽസ് ആണ്. എങ്കിലും അവർ അവരുടെ കഴിവിനെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആകാനല്ല. നമ്മൾ ട്രൈ ചെയ്യുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കർ ആകാനാണ്. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നത് ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കറായിട്ടാണ്. നിങ്ങൾ ഒരു പക്ഷേ നോക്കിയാൽ മനസ്സിലാകും. ഒരൊറ്റ കമ്പനിയും, അതായത് ഒരു റെപ്യൂട്ടഡ് കമ്പനിയും ഹാക്കറിനെ വേണമെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കാറില്ല. അവർ പറയുന്നത് എപ്പോഴും പെനിട്രേഷൻ ടെസ്റ്റർ, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ അങ്ങനത്തെ വാക്കുകളാണ്. അതിന് മെയിൻ കാരണം സൈബർ സെക്യൂരിറ്റിയിൽ ഹാക്കർ എന്നുള്ള വാക്ക് എപ്പോഴും നെഗറ്റീവാണ്. അതുകൊണ്ട് വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്നൊരു വാക്ക് അവർ ഒരിക്കലും ഉപയോഗിക്കില്ല. എന്നാൽ ഒരു കോഴ്സിലൂടെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന കരിയർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കറിൻ്റെ ജോബാണ്. ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിനെ പോലെ നിങ്ങളും വൈറ്റ് ഹാറ്റ് ഹാക്കറിൽ നല്ല കഴിവുള്ള ഒരാളാണ്. എങ്കിലും നിങ്ങളെ എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? നിങ്ങളെ ഒരു കമ്പനി ഹയർ ചെയ്യുകയാണ്. ആ കമ്പനി നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ. ഈ എക്സാമ്പിളായി പറഞ്ഞ XYZ എന്ന് പറഞ്ഞ ഒരു IT ഫേമിന് US ഒരു ബാങ്കുമായി കോൺട്രാക്റ്റ് ഉണ്ട്. US ആ ബാങ്കിൻ്റെ ബാങ്കിങ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ കമ്പനിയുടെ ജോബ്. അതിനുവേണ്ടിയാണ് നിങ്ങളെ കമ്പനി ഹയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കമ്പനിയും ആ ബാങ്കുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ അതിൻ്റെ ഫുൾ കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടിയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും നിങ്ങൾ ആരോടും പറയുകയില്ല. ഒരു വിവരവും പബ്ലിഷ് ചെയ്യുകയില്ല. അതിലെ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ദുരുപയോഗം ചെയ്യുകയില്ല എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഒപ്പിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്. ഇവിടെ നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിനും വൈറ്റ് ഹാറ്റ് ഹാക്കറിനും ഒരേ സ്കില്ലാണ്. എങ്കിലും നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഒരാളുമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവരുടെ കൺസേൺ പ്രകാരമാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിൻ്റെയും വൈറ്റ് ഹാറ്റ് ഹാക്കറിൻ്റെയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി ഒരാൾ കൂടിയുണ്ട്, ഗ്രേ ഹാറ്റ് ഹാക്കർ. ആരാണ് ഗ്രേ ഹാറ്റ് ഹാക്കർ? ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കർ, അതായത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ്, അദ്ദേഹം കോൺട്രാക്റ്റ് ഒപ്പിട്ടിരിക്കുന്നത് തൻ്റെ കമ്പനിയോടുള്ള കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാമെന്നാണ്. അതായത് തൻ്റെ ക്ലയൻറ്റിനോടുള്ള കോൺഫിഡൻഷ്യാലിറ്റി. എന്നാൽ ഈ ഇൻഫർമേഷൻ ഇയാൾ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. ഇവിടെ അയാൾ ചെയ്യുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്.
അതായത് ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കർ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തു. അപ്പോൾ അയാൾ ഗ്രേ ഹാറ്റ് ഹാക്കർ ആവും. അതായത് ബ്ലാക്ക് പ്ലസ് വൈറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേ. അതാണ് ഗ്രേ ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കരിയർ എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സൈബർ സെക്യൂരിറ്റിയിൽ ബ്ലാക്ക് ഹാറ്റ്, വൈറ്റ് ഹാറ്റ് എന്നല്ലാതെ വേറെയും ചില കാറ്റഗറീസ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം വരുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കറിൻ്റെ സബായിട്ടാണ്. ഇതാണ് ആ സബ് കാറ്റഗറീസ്. അതായത് റെഡ് ടീം ഹാക്കേഴ്സ്, ബ്ലൂ ടീം ഹാക്കേഴ്സ് ആൻഡ് പർപ്പിൾ ടീം ഹാക്കേഴ്സ്. ഇനിയും ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കരിയർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിലേക്കാണ് ഞാൻ എത്തുന്നത്. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് റെഡ് ടീം ആൻഡ് ബ്ലൂ ടീം എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, റെഡ് ടീം ആൻഡ് ബ്ലൂ ടീം എന്ന ടേം വന്നിരിക്കുന്നത് തന്നെ ഒരു മിലിറ്ററി ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഫ്ലാഗ്, ആ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസിൽ ഈ ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യാൻ ഒരു ടീം ശ്രമിക്കുന്നു. അതാണ് റെഡ് ടീം. എന്നാൽ മറ്റൊരു ടീം അവരുടെ പ്രോഗ്രസിനെ ഡിഫെൻഡ് ചെയ്യൂ, അതായത് അവരെ കൗണ്ടർ ചെയ്ത് ആ ഫ്ലാഗ് അവരെടുക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നു. ഇതാണ് ബ്ലൂ ടീം. ഈ റെഡ് ടീം എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് വേ ഓഫ് അറ്റാക്കിംഗ് ആണ്. അവർ ആക്രമിച്ച് ആ ഫ്ലാഗിനെ എങ്ങനെയും ക്യാപ്ചർ ചെയ്യണം. അതാണ് അവരുടെ മോട്ടീവ്. എന്നാൽ ബ്ലൂ ടീം ചെയ്യുന്നതോ അവരുടെ ഓപ്പറേഷനെ കൗണ്ടർ ചെയ്യുന്നു. ഇതിനോടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ടീമിൻ്റെ അറ്റാക്കിംഗ് സ്കിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയും മറ്റൊരു ടീമിൻ്റെ ഡിഫെൻസീവ് അപ്രോച്ച് കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഇതാണ് റെഡ് ടീമിംഗ് ആൻഡ് ബ്ലൂ ടീമിങ്ങിൻ്റെ കൺസെപ്റ്റ്. ഇത് തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളിപ്പോൾ റെഡ് ടീം ഹാക്കർ ആണെങ്കിൽ അല്ലെങ്കിൽ റെഡ് ടീം പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലയൻറ്റ് തന്നിരിക്കുന്ന ആപ്ലിക്കേഷനെ ഒരു അറ്റാക്കേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഒരു ഹാക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ്. അതൊരു പക്ഷേ അഗ്രസീവ് വേ, അതായത് ഒരു ഹാക്കർ എങ്ങനെയാണോ അറ്റാക്ക് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്ത് അതിനെ കോംപ്രമൈസ് ചെയ്യും. ഇതാണ് റെഡ് ടീം ടെസ്റ്ററിൻ്റെ ജോബ്. എന്നാൽ ബ്ലൂ ടീമോ, അവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിഫെൻസീവ് അപ്രോച്ചാണ്. ഒരു കമ്പനിയിൽ അറ്റാക്കേഴ്സ് മാത്രമല്ല ഡിഫെൻഡേഴ്സും വേണം. ഒരു പക്ഷേ നിങ്ങളുടെ കമ്പനിയെ മറ്റൊരാൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ അറ്റാക്കിനെ മുൻകൂട്ടി കണ്ടുപിടിക്കുകയാണ് നിങ്ങളുടെ ഫസ്റ്റ് ജോബ്. അതായത് ഇൻകമ്മിങ് ട്രാഫിക്സിനെ മോണിറ്റർ ചെയ്യുകയും ഒരു അറ്റാക്ക് ഉണ്ടായാൽ അതിൻ്റെ കൗണ്ടർ മെഷേഴ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതാണ് ബ്ലൂ ടീം ഹാക്കേഴ്സ്. അതൊരു ഡിഫെൻസീവ് അപ്രോച്ചാണ്. അപ്പോൾ പർപ്പിൾ ടീമോ? പർപ്പിൾ ടീം എന്ന് പറയുന്നത് റെഡ് ടീമിൻ്റെയും ബ്ലൂ ടീമിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് റെഡ് പ്ലസ് ബ്ലൂ. എന്നാൽ ഈ പർപ്പിൾ ടീമിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് ടീമിനെ കുറിച്ചും ബ്ലൂ ടീമിനെ കുറിച്ചും നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ടെസ്റ്റിങ്ങിലേക്കാണോ അതോ ഡിഫെൻസീവ് അപ്രോച്ചിലേക്കാണോ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റെഡ് ടീമിലേക്കാണെങ്കിൽ നിങ്ങൾ ആദ്യമേ പോയി 10,000 rupees സ്പെൻഡ് ചെയ്ത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ എടുക്കാൻ നിൽക്കരുത്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച് അവിടുത്തെ സിലബസ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സിലബസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നോളജാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സിലബസിൽ OWASP ടോപ്പ് 10 വൾനറബിലിറ്റീസിനെ കുറിച്ചെങ്കിലും പറയുന്നുണ്ടോ എന്നാണ്. OWASP എന്ന് വെച്ചാൽ ഓപ്പൺ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പ്രോജക്റ്റ്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഈ ഒരു കമ്പനി കുറച്ച് വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള 10 വൾനറബിലിറ്റീസിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്യും. അതായത് 10 സെക്യൂരിറ്റി ലൂപ്പ് കോഴ്സിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്യും. ഈ 10 വൾനറബിലിറ്റീസ് എങ്കിലും സോൾവ് ചെയ്യുവാൻ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കഴിയുമോ എന്ന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ കോഴ്സിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡായി പറയുന്നതാണ് ബ്ലൂ ടീമിംഗ്. എന്നാൽ ബ്ലൂ ടീമിങ്ങിൻ്റെ കോഴ്സിനെ കുറിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് ചുമ്മാ പോയൊരു കോഴ്സ് എടുത്തുകൊണ്ട് കാര്യമില്ല. അതിൽ ചില ടൂൾസുകളുണ്ട്. സീം ടൂൾസ്, സ്പ്ലങ്ക് അതിൽ വളരെ പോപ്പുലറായ ടൂളാണ്. നിങ്ങൾ എടുക്കുന്ന കോഴ്സിൽ ഏതൊക്കെ ടൂൾസിനെ കുറിച്ച് അവർ പഠിപ്പിക്കുന്നുണ്ട്, അത് കറൻ്റ്ലി ഇൻഡസ്ട്രിയിൽ നീഡായിട്ടുള്ള ടൂൾസ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ബ്ലൂ ടീമിങ്ങിൻ്റെ ഒരു കോഴ്സിന് ചേരാൻ പാടുള്ളൂ. എന്നാൽ നിങ്ങൾ പർപ്പിൾ ടീം ആകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകണം. നിങ്ങൾ റെഡ് ടീമിലും ബ്ലൂ ടീമിലും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പർപ്പിൾ ടീം ആകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഏതെങ്കിലും ഒരു കൗൺസിലർ വാക്ക് കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയല്ല വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു കോഴ്സ് എടുക്കുവാനായിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. എങ്കിലും ഞാൻ യൂട്യൂബിൽ പുതിയൊരാളല്ല. തുടർന്നും ഞാൻ സൈബർ സെക്യൂരിറ്റി വീഡിയോസ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.